ഭൂമിയിൽ ഓരോ സ്ഥലത്തിനും, എന്തിന് ഒരു മരത്തിനും ഉറുമ്പിനും പോലും അതിൻ്റേതായ കടമയും സ്ഥാനവും ഉണ്ട്. ലോകത്ത് മനുഷ്യ സമൂഹങ്ങളുടെ ആത്മീയ സ്ഥാനമാണ് ഭാരതം. ഭാരതമാണ് ആത്മീയതയുടെ ലോകത്തിൻ്റെ ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവും ജ്ഞാന കേന്ദ്രവും. ശക്തി ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന പ്രഭവ കേന്ദ്രവും. അതുകൊണ്ടുതന്നെ ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഭാരതത്തെ സനാതനധർമ്മ വിശ്വാസികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം നശിച്ചടങ്ങുന്നത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഭാരതത്തെ അടിമയാക്കി വെച്ച ബ്രിട്ടൻ്റെ അവസ്ഥ നമുക്ക് ഇന്ന് പരിശോധിച്ച് നോക്കിയാലും മനസ്സിലാകും. മാത്രമല്ല, ഇന്നും ഭാരതത്തെ തകർക്കാൻ, അതിൻ്റെ ധാർമ്മികവും ആത്മീയവുമായ ശക്തിയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. അഥവാ ശ്രമിച്ചവർ തന്നെ തകരുകയേ ഉള്ളൂ. അത് വ്യക്തിയായാലും രാഷ്ട്രത്തലവന്മാരായാലും ഏതു തരത്തിലുള്ളവരായാലും സ്വയം നശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.